ഈ തടവുകാരൻ രഹസ്യമായി ഭക്ഷണത്തിൽ 1 കിലോഗ്രാം വിഷം കലർത്തി. കാരണം ഈ തടിയനെ വിഷം കൊടുത്തു കൊല്ലാനും അതിനുശേഷം അവന്റെ മൃതദേഹം ഉപയോഗിച്ച് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുമാണ്. ആ തടിയൻ ഭക്ഷണം കൂടുതൽ ചോദിച്ചു വാങ്ങി. അവനൊരു വലിയ തവി കൂടി നിറയെ ഭക്ഷണം അയാൾക്ക് വിളമ്പി. ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ആ തടിയൻ അസാധാരണമായി ഒന്നും ശ്രദ്ധിച്ചില്ല. പതിവ് പോലെ രണ്ടുപേരുടെ സീറ്റുകൾ കൈയടക്കി ഇരുന്നുകൊണ്ട് അവൻ ആഹാരം ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ജാക്ക് വശത്തുനിന്ന് അവന്റെ മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അധികം വൈകാതെ മരുന്നിന്റെ ഫലം കണ്ടു തുടങ്ങി. 300 പൗണ്ടിലധികം ഭാരമുള്ള ആ വലിയ മനുഷ്യൻ പെട്ടെന്ന് ശ്വാസം നിലച്ചു മരിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് അയച്ചപ്പോൾ ജോലി കഴിഞ്ഞു പോകാൻ ധൃതിയിലായിരുന്ന ഡോക്ടർ മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം പോലും നടത്തിയില്ല. പകരം തന്റെ മുന്നിലുണ്ടായിരുന്ന ശുചീകരണ തൊഴിലാളിയെ ആ മൃതദേഹം സംസ്കരിക്കാൻ ഏൽപ്പിച്ചു. ആ ശുചീകരണ തൊഴിലാളി മറ്റു ചില തടവുകാരെയും ഒരു ഗാർഡിനെയും സെമിത്തേരിയിലേക്ക് വിളിച്ചുവരുത്തി. അവർ ആ വലിയ ശവപ്പെട്ടിയെടുത്ത് അടക്കം ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് ശവപ്പെട്ടിയുടെ മൂടി തുറന്നത്. അതിനുള്ളിൽ നിന്ന് ജാക്കും കൂട്ടാളിയും പുറത്തേക്ക് വന്നു. അവർ ഗാർഡിന്റെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട്ഗൺ തട്ടിയെടുത്തു. അങ്ങനെ നിമിഷനേരം കൊണ്ട് അവർ അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും നിയന്ത്രണത്തിലാക്കി. അതേസമയം മരുന്നെടുക്കാൻ വെയർഹൌസിലേക്ക് പോയ നഴ്സ് അവിടുത്തെ സ്റ്റീൽ വാതിൽ ജാമായതായി കണ്ടെത്തി. ഒടുവിൽ ഡോക്ടറുടെ സഹായത്തോടെ ആ വാതിൽ തുറന്നു. അപ്രതീക്ഷിതമായി ആ തടിയന്റെ മൃതദേഹം അതിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് അവർ പുരോഹിതനെ ഭീഷണിപ്പെടുത്തി കാറിന്റെ താക്കോൽ വാങ്ങി. ശേഷം പുരോഹിതന്റെ കാറിൽ കയറിപ്പോയി അവർ രക്ഷപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.